ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ഡെറിവേറ്റീവിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവിനെ പറ്റിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അവിടെ എന്താണ് എക്സ് വൈ കോർഡിനേറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡി ഓഫ് എക്സ് ഇൻറ്റു ഡി ഓഫ് വൈ ആണ് അവിടുത്തെ എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് വരിക എന്നുള്ളതും, അതായത് ഡി എ എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് എങ്ങനെ നമുക്കൊരു ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് കാണാമെന്നുള്ളതാണ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ് വൈസ് എക്സ് ബാർ കോമ വൈ ബാറിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയും. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ ഒരു വസ്തുവിൻ്റെ എന്ത് കാണണം? മാസ് കാണണം. ഓക്കെ, മാസ് കാണണം. അത് നമ്മളുടെ കയ്യിൽ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റോ ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയാണ്. ഓക്കെ, ഡെൻസിറ്റി ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മാസ് കിട്ടും. മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം, ആ ഒരു വസ്തുവിൻ്റെ ലാമിന ആണെങ്കിൽ, ലാമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലാമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലാമിന പ്ലേറ്റ്സ് ആണ്. ഓക്കെ, പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ആ മോഡൽ ഒരു ലെയർ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ മാസ് എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി എ ആണ് എന്ത് കാണാനുള്ള? മാസ് കാണാനുള്ള ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് കോർഡിനേറ്റ് വൈസ് സെൻറ്റർ ഓഫ് മാസ് കാണാമെന്നുള്ളതാണ്. എക്സ് ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വൈ ഡിവൈഡഡ് ബൈ എം, സ്മോൾ ലെറ്റർ എം. എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ. ഓക്കെ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് റോ എക്സ് വൈ ഡി എ. എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എം വൈ, ഇവിടെ തെറ്റിയിട്ടുണ്ട് അല്ലേ. ഇത് എം എക്സ് ആണ് കേട്ടോ. ഇത് എം എക്സ്, ഇത് എം വൈ. ജസ്റ്റ് മിനിറ്റ്. എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മിനിറ്റ്, അത് തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് റോ എക്സ് വൈ ഡി എ. പക്ഷേ എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓർ വൈ റോ എക്സ് വൈ. അത് തെറ്റിക്കരുത് കേട്ടോ. എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് റോ ഇൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് റോ എക്സ് വൈ ഡി എ. പക്ഷേ എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ റോ എക്സ് വൈ ഡി എ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൊമെൻറ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെൻറ്റ് എന്ന് പറയുന്നത്. എം വൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെൻറ്റ് അബൌട്ട് ദി വൈ ആക്സിസ്. ഇത് എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റ് അബൌട്ട് ദി എക്സ് ആക്സിസ്. ഓക്കെ, ഫൈൻഡ് ദി മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് ദി വൈ ആക്സിസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് റോ എക്സ് വൈ ഡി എ ആണ്. മൊമെൻറ്റ് അബൌട്ട് ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ റോ എക്സ് വൈ ഇൻറ്റു ഡി എ ആണ്. ഇനി മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് മാസ് മാത്രമാണ് എങ്കിൽ എം ഈക്വൽ ടു റോ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇനി ഇവിടെ കോർഡിനേറ്റ് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടെണ്ണവും കാണാനറിയാം. മൊമെൻറ്റും മാസും കാണാനറിയാം. മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ എം ആണ്. ഓക്കെ, മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ്. അപ്പം കോർഡിനേറ്റ് ബേസ് വൈൻ്റെതും എക്സിൻ്റെതും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഒരു ലാമിന എന്ന് ഒരു ലാമിന ഉണ്ട്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഓഫ് ദി റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അതിൻ്റെ ഷേപ്പ് ഉള്ളത്. ബൗണ്ടഡ് ബൈ ദി ഗ്രാഫ് y ഈക്വൽ ടു സൈൻ എക്സ് ടു കോസ് എക്സ്. y ഈക്വൽ ടു സൈൻ എക്സ് ടു കോസ് എക്സിലേക്ക് ആണ്. അങ്ങനെയാണ് എങ്കിൽ
നമുക്ക് എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. ഓക്കെ, ബിറ്റ്വീൻ 0 to π/4, ബിറ്റ്വീൻ 0 to π/4 ആണ്. ബിറ്റ്വീൻ 0 to π/4 ആണ്. അപ്പം ബിറ്റ്വീൻ 0 to π/4 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥിതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ ഒരു ലാമിന എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് റീജിയന് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഉള്ളത്. നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം, മാസ് കണ്ടെത്തണം. പിന്നെ നമ്മൾ എന്ത് കണ്ടെത്തണം, മൊമെൻറ്റ്സ് കണ്ടെത്തണം. എന്നിട്ട് മാത്രമേ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കാണാൻ കഴിയുള്ളൂ. ഫൈൻ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി റോ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു വൈ ആണ് എങ്കിൽ നമ്മളോട് എന്താണ് പറഞ്ഞത്, സെൻറ്റർ ഓഫ് മാസ് ആണ് കാണാവുന്നത്. സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ലാമിനൻ്റെ മാസ് കാണണം. മാസ് എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു ഇത് വെച്ചിട്ട് കാണണം. പിന്നെ മൊമെൻറ്റ് കാണണം. മൊമെൻറ്റ് അബൌട്ട് വൈ ആക്സിസും കാണണം, മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസും കാണണം. അതായത് മൊമെൻറ്റ് അബൌട്ട് വൈ ആക്സിസും കാണണം, മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസും കാണണം. അങ്ങനെ നമുക്ക് കണ്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഡിവൈഡഡ് എം വൈ ഡിവൈഡഡ് ബൈ എം ആണ് എക്സ് ബാർ, സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ്. വൈ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്. അത് ദാറ്റ് ഈസ് എം എക്സ് ബൈ എം എന്നും പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, ആൻസർ തുടങ്ങാവുന്നതാണ്. ആദ്യം നമുക്ക് എന്ത് കാണണം, മാസ് കാണണം അല്ലേ. എം ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ അല്ലേ, ഓവർ ആർ റോ എക്സ് വൈ ഇൻറ്റു ഡി എ, റോ അല്ലേ എക്സ് കോമ വൈ ഇൻറ്റു ഡി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എക്സ്, അതായത് വൈ ലിമിറ്റ്, വൈൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കോസ് എക്സ്, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ പറയുന്നത് 0 to π/4 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 0 to π/4 അല്ലേ. പിന്നെന്താ ചെയ്യുക, പിന്നെ നമ്മൾ സൈൻ എക്സ് കോസ് എക്സ് കൊടുക്കണം. ആദ്യം സൈൻ എക്സിനെയാണോ കൊടുക്കുക അല്ലെ കോസ് എക്സിനെയാണോ കൊടുക്കുക. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോമ വൈ ഈക്വൽ ടു കോസ് എക്സും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കൊടുക്കുക സൈൻ എക്സ് ആണ്. അതല്ല എങ്കിലും നമ്മൾ കൂടുതൽ അതിൽ നോൺ നെഗറ്റീവ് നമ്പർ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഇത് സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ്. ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി എത്രയാണ്, ഡെൻസിറ്റി ഈക്വൽ ടു വൈ ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എക്സ്. അതിനെയാണ് ഡി എനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ അല്ലെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ അല്ലേ, ഡി എക്സ് ഇൻറ്റു ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടും എഴുതാം. നമ്മൾ സാഹചര്യത്തിനനുസരിച്ചാണ് എഴുതാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ 0 to π, അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇൻ്റഗ്രൽ സൈൻ എക്സ് അല്ലേ, സൈൻ എക്സ് കോസ് എക്സ് അല്ലേ വൈ ഡി വൈ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എന്നിട്ടാണ് ഡി എക്സിനെ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രൽ ഓവർ 0 to π, സോറി ഇവിടെ പൈ ആണോ ലിമിറ്റ്, π/4 ആണ് അല്ലേ. ദാറ്റ് ഈസ് π/4, ദാറ്റ് ഈസ് π/4 അല്ലേ, π/4 ആണ് വരുന്നത്. സോറി ഞാൻ എഴുതിയെടുത്ത് തെറ്റിപ്പോയതാണ്, π/4 ആണ്. ഇനി നമുക്ക് ഇൻ്റഗ്രൽ വൈൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് നമുക്കറിയാം. വൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y²/2 ആണ് അല്ലേ. ഫ്രം വേർ ടു വേർ, സൈൻ എക്സ് ടു കോസ് എക്സ് ആണ്, സൈൻ എക്സ് ടു കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻ്റഗ്രൽ 0 to π/4, ഈ /2 എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 1/2 അല്ലേ, പുറത്തെടുത്തു. ഇനി എന്താ, കോസ് എക്സ് വൈക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈക്ക് സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് അല്ലേ ഇൻറ്റു ഡി എക്സ് അല്ലേ. അങ്ങനെയല്ലേ കിട്ടുക. ഇനി ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, സൈൻ എക്സ്, അതായത് കോസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്
അതായത് കോസ് എക്സ് സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് അല്ലേ, ബൈ ദി പ്രോപ്പർട്ടി. അതായത് എന്താണ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ, കോസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് 2x. കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് മുകളിലത്തെ കൺസെപ്റ്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ, മുകളിലേക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/4 അല്ലേ, എന്ത് വരും കോസ് 2x അല്ലേ, കോസ് 2x dx അല്ലേ, കോസ് 2x dx. ഇനി നമുക്ക് കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ നമുക്കറിയാം, കോസിൻ്റെ ഡെറിവേറ്റീവ് കോസിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ, കോസിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസിൻ്റെ സൈനാണ് അല്ലേ, മൈനസ് ഉണ്ടാവും ഇല്ല അല്ലേ, ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ സൈനാണ്, സൈൻ 2x/2 ആണ് കിട്ടുക അല്ലേ, ദാറ്റ് ഈസ് സൈൻ 2x/2 ഫ്രം 0 to π/4 അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ π/4 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക നമുക്ക്, കോസ് അല്ലേ 1/2 ഇൻറ്റു 1/2 2 ഉണ്ട്, താഴത്തെ ഇൻറ്റു വരുമ്പം 4 കിട്ടും. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ ഇനി സൈൻ അല്ലേ, സൈൻ 2 ഇൻറ്റു π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്യാൻസൽ വിത്ത് 4, അപ്പം എന്താ π/2 സൈൻ π/2 മൈനസ് ഓക്കെ ആണല്ലോ, സൈൻ π/2 മൈനസ് നമുക്ക് എന്താ കിട്ടുക, കോസ് സൈൻ 2x സൈൻ 0 അല്ലേ, സൈൻ 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ π/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 0/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പം മാസ് എന്ന് പറയുന്ന എം ഈക്വൽ ടു നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എം ഈക്വൽ ടു 1/4 ആണ് മാസ് കിട്ടിക്കഴിഞ്ഞു. ഇനി മൊമെൻറ്റ്സ് കാണണം അല്ലേ, എം വൈയും കാണണം, അതുപോലെ തന്നെ എന്തും കാണണം, എം വൈയും കാണണം, എം എക്സും കാണണം. ഓക്കെ, എം വൈയും കാണണം, എം എക്സും കാണണം. എങ്ങനെ കാണാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എം വൈ ഈക്വൽ ടു അല്ലേ, എനിക്ക് കാണേണ്ടത് എന്താണ്, എം വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ അല്ലേ. എന്തായിരുന്നു എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കാം, എം വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റോ എക്സ് വൈ ടി എ, എക്സ് റോ എക്സ് വൈ ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ നമ്മൾ കൊടുക്കുമ്പോൾ 0 to π/4 അതിൽ മാറ്റമൊന്നുമില്ലല്ലോ, ഇല്ല അല്ലേ. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇത് കോസ് എക്സ് അല്ലേ, സൈൻ എക്സ് കോസ് എക്സ്. ഇനി എക്സ് ഇൻറ്റു റോ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ആണ് അല്ലേ, റോ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്, ഗിവൺ അതാ ഈ കുഞ്ഞാപ്പുവിനെയാണ് റോ എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നിട്ടുള്ളതാണ്, അത് ഈക്വൽ ടു വൈ. അപ്പം നമ്മൾ എക്സ് വൈ ഇൻറ്റു ഇനി എന്താണ് ചെയ്യുക, ഡി വൈ ഇൻറ്റു ഡി എക്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡി വൈനെ ചെയ്യണം, ഡി വൈനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യും ഇല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 അല്ലേ, എക്സിനെ പുറത്തെടുക്കാം കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ അല്ലേ, എക്സിൽ ഇതിൽ മാത്രമല്ലേ ഉണ്ടാവും, അപ്പുറത്തേക്ക് ഉണ്ടാവില്ലല്ലോ. സൈൻ എക്സ് കോസ് എക്സ് വൈ ഡി വൈ അല്ലേ, ഇത് കഴിഞ്ഞു ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം, ഒരു പേജ് 2-3 പേജ് ഉണ്ടാക്കണം. ഒരു പേജ് കൂടി ഉണ്ടാക്കുക, ഒരു 2 പേജ് ഉണ്ടാക്കിയതാണ്.
കാരണം എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് കുറച്ച് എഴുതാനുണ്ട് ഇത് അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നേരത്തെ പോലെ തന്നെ സെയിം മെത്തേഡ് അല്ലേ. ഇൻ്റഗ്രൽ 0 to π/4 എക്സ് ഇൻറ്റു ഇത് നമുക്ക് കിട്ടുക എന്താണ് y² അല്ലേ ഇൻറ്റു ഫ്രം sin x to cos x dx ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 നമുക്ക് y² cos square x minus sin square x അല്ലേ sin square x into dx ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം റിസൾട്ട് എന്താണെന്നുള്ളത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 ഇത് കോസ് ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ സോറി എക്സ് ഇൻറ്റു കോസ് 2x dx. ഇനി ഇതെന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് കൺസെപ്റ്റ്സ് ആണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുക അല്ലേ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക ദാറ്റ് ഈസ് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലേ. അതായത് ഇത് ഇൻറ്റു ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് 2x ഐലേറ്റ് ആണ് ഇതിന് ഉപയോഗിക്കാറുള്ളത് അല്ലേ. ഐ ആം ലേറ്റ് അല്ലെങ്കിൽ ഐലേറ്റ് അല്ലേ അതല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലേറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ് ഇൻവേഴ്സ് ആദ്യം ഉപയോഗിക്കണം ഇൻവേഴ്സ് ട്രിഗണോമെട്രി അതല്ല എങ്കിൽ ലോഗരിതം പിന്നെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൾജിബ്രായിക് ചെയ്യണം പിന്നെ ട്രിഗണോമെട്രി പിന്നെ എക്സ്പോണൻഷ്യൽ. ഇതിൽ നോക്കുക ഇവിടെ ഉള്ളത് ഒന്ന് ആൾജിബ്രായിക്കും ഒന്ന് ട്രിഗണോമെട്രിയാണ്. അപ്പോൾ ആൾജിബ്രായിക്കിനാണ് മുന്തിക്കേണ്ടത് പിന്നാണ് ട്രിഗണോമെട്രിന് എന്നാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ അപ്പോൾ അത് ഓർമ്മയിലുണ്ടാവുക. ഓക്കെ അപ്പോൾ ഞാൻ ഹൈലൈറ്റ് പ്രകാരം ആൾജിബ്രായിക് എന്ന് പറയുന്ന എക്സ് ആണ് ഇവിടെ ഫസ്റ്റ് ടേം ആക്കിയിട്ട് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ ഫ്രം 0 to π/4 ഓക്കെ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ അല്ലേ എക്സ് ഇൻറ്റു എന്താണ് sin 2x/2 അല്ലേ മൈനസ് ഇൻ്റഗ്രൽ അല്ലേ ഇൻ്റഗ്രൽ എന്താണ് cos 2x എന്ന് പറയുമ്പോൾ sin 2x/2 വരും. പിന്നെയും ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് 2x/2 അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ഓക്കെ മൈനസ് മൈനസ് പ്ലസ് കോസ് 2x/2 ഒന്ന് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 അല്ലേ ഫ്രം π/4 to 0. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ π/4 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ. ദാറ്റ് ഈസ് π/4 എക്സിൻ്റെ സ്ഥാനത്ത് π/4 അല്ലേ sin 2x-ൻ്റെ സ്ഥാനത്ത് π/4 വരുമ്പോൾ sin π/2 ആവും. അപ്പോൾ sin π/2 1 അല്ലേ അല്ലേ ആണോ ഓക്കെ ഇൻറ്റു 2 അല്ലേ ഇൻറ്റു 2 ഇനി പ്ലസ് ഇനി അടുത്തത് π/4 അപ്ലൈ ചെയ്യുമ്പോൾ കോസ്റ്റ് 0 ആയിരിക്കും
അപ്പോൾ മൈനസ് 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 ഇനി എന്താ വരിക, ഇവിടെ 0 അപ്ലൈ ചെയ്യുമ്പം ഇത് 0 ആയിപ്പോവും, ഇവിടെ 0 അപ്ലൈ ചെയ്യുമ്പോൾ 1 ആയിപ്പോവും, 1/4. ഓക്കെ. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ട്? ഓ, ഇവിടെ ഒരു തെറ്റുണ്ടോ? ആ, ഇവിടെ /2 ഉണ്ട് അല്ലേ? ഐ എം സോറി, ഇവിടെ ഒരു /2 ഉണ്ട്. സോറി 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 സോറി. അപ്പോൾ ഇവിടെ ഒരു /2 വരും, 1/2. ഇവിടെ ഒരു 1/2 വരും, ഇവിടെ ഒരു 1/2 വരും അല്ലേ? ഞാൻ y²/2 എന്നുള്ള എഴുതാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെയും ഒരു 1/2 വരും. അത് നമുക്ക് എഴുതാം 1/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ? ഇപ്പോൾ നമ്മളിത് റെഡിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരിക π/16 മൈനസ് 1/8 എന്ന് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ? 4 × 2 8, 8 × 2 16. അപ്പം ഇവിടെ 16 ആക്കാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 16 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം π-2 / 16. ദിസ് ഈസ് അവർ my. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? my കിട്ടിക്കഴിഞ്ഞു. my ഇതേ മോഡലിൽ തന്നെ ഇനി നമുക്ക് എന്ത് കിട്ടണം? my കിട്ടിയ മാതിരി തന്നെ mx കിട്ടണം. ദാറ്റ് ഈസ് mx ഈക്വൽ ടു അല്ലേ? എന്താണ് mxൻ്റെ ഇക്വേഷൻ വരുന്നത് നോക്കുക. mx ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r y റോ y dA അല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ mx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r y ഇൻറ്റു റോ എക്സ് വൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? mx എന്ന് പറയുന്നത് ഇൻറ്റു dA. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ? ഡബിൾ ഇൻ്റഗ്രൽ 0 to π/4 സൈൻ സൈൻ എക്സ് കോസ് എക്സ് റോ വൈ ഇൻറ്റു റോയും വൈ എന്നാണ് ഇൻറ്റു ഡി വൈ. ആദ്യം ഡി വൈ കൊടുക്കുക, ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുക y² ആണ് കിട്ടുന്നത് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ 0 to π/4 അല്ലേ? ഇൻ്റഗ്രൽ സൈൻ എക്സ് കോസ് എക്സ് y² dy dx അല്ലേ? ഇതിനാദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക ഇൻ്റഗ്രൽ 0 to ഒരുമാതിരി ഇൻ്റഗ്രൽ ആയിപ്പോയി അല്ലേ? ഇൻ്റഗ്രൽ 0 to π/4 അല്ലേ? ഇൻ്റഗ്രൽ 0 to π/4. ഇനി y²ൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y³ ഫ്രം സൈൻ എക്സ് ടു cos x into dx. That is equal to integral 0 to π/4 into cos cube x അല്ലേ? ഈ 1/3 ടേക്ക് ഔട്ട് സൈഡ് മൈനസ് സൈൻ ക്യൂബ് എക്സ്
ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തരികിട അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഒരു തരികിട അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് 1/3 ഇൻ്റഗ്രൽ 0 to π/4. പ്രത്യേകം ശ്രദ്ധിക്കണേ, കോസ് എക്സ് ക്യൂബിൽ നിന്ന് നമ്മൾ കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എന്ന് പറഞ്ഞൂടെ. കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞൂടെ. എന്നും അറിയാലോ, സെയിം തന്നെ അല്ലേ. ഇനി കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 - സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 - കോസ് സ്ക്വയർ എക്സും ആണ്. അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യാൻ കാരണമുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻ്റഗ്രൽ 0 to π/4. അതായത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കോസ് എക്സിന് അങ്ങനെ തന്നെ എഴുതി. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 - സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, മൈനസ് ഇനി അടുത്തത് എന്താണ്, സൈൻ എക്സ് ഇൻറ്റു 1 - കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നോക്കുക, സൈൻ എക്സ് ഈക്വൽ ടു സം യു എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, ഈ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ യു ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് കോസ് സ്ക്വയറിൻ്റെ എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതേ മാതിരി തന്നെ കൺസെപ്റ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു തരികിട അപ്ലൈ ചെയ്യാൻ പറ്റും. ആ തരികിടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെ അതാദ്യം ഇരിക്കട്ടെ, പുട്ട് യു ഈക്വൽ ടു 1 - സൈൻ എക്സ്, അതുപോലെ ടി ഈക്വൽ ടു കോസ് എക്സ്. അങ്ങനെയാണ് എങ്കിൽ ഡി യു ഈക്വൽ ടു എന്താണ് വരിക, സൈൻ്റെത് കോസ് എക്സ് ഡി എക്സ്, ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഇനി ഇതിൽ അപ്ലൈ ചെയ്യാലോ അല്ലേ. അതായത് ഇൻ്റഗ്രൽ 1/3 0നൊക്കെ അങ്ങനെയൊക്കെ 0 to π/4, അതിനൊന്നും മാറ്റണ്ട. കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, കോസ് എക്സ് ഇൻറ്റു ഡി യു, ദാറ്റ് ഈസ് ഡി യു. ഇനി 1 - സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ, യു ആണ്. അപ്പോൾ എന്താണ്, യു സ്ക്വയർ. ഓക്കെ, ഇനി അല്ലേ ഇതൊന്ന്. ഓക്കെ, ഇനി അടുത്തത് ഇതൊന്ന്, ഇനി അടുത്തത് മൈനസ് ഇൻ്റഗ്രൽ നമുക്ക് എന്ത് ചെയ്യാം, 0 to π/4. ഇനി സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ടി അല്ലേ, മൈനസ് ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ മൈനസ് ഡി ടി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പം ഈ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ഡി ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈനസ് ഡി ടി ഇവിടെ മൈനസ് എടുക്കുമ്പോൾ പ്ലസ് ഡി ടി. ഓക്കെ, ഇനി 1 - കോസ് സ്ക്വയർ, കോസിൻ്റെ സ്ഥാനത്ത് ടി കൊടുക്കുക. അപ്പം 1 - ടി സ്ക്വയർ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ. ഇനി അപ്ലൈ തരികിടാണ് കേട്ടോ ഫുള്ള്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇനി കോസ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡി യു
ഇല്ല, ഇൻ്റഗ്രൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു മൈനസ് യു ക്യൂബ് ബൈ 3 അല്ലേ, ആണോ? ഓക്കെ, ആണ്. പ്ലസ് ഇനി അടുത്തത് 1 പകരം ടി മൈനസ് ടി ക്യൂബ് അല്ലേ, ടി ക്യൂബ് ബൈ 3 ഫ്രം 0 to pi by 4 that is equal to 1 by 3. യുക്ക് പകരം ആരെ കൊടുക്കാം? സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് മൈനസ് സൈൻ ക്യൂബ് എക്സ് ബൈ 3. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് ടി. ടി എന്താണ് നോക്കുക? കോസ് എക്സ്, കോസ് എക്സ് മൈനസ് കോസ് ക്യൂബ് എക്സ് ബൈ 3 ഫ്രം എക്സിന് 0 to pi by 4. ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം അല്ലേ? അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, സൈൻ എക്സിന് വാല്യൂ അപ്ലൈ ചെയ്യുക 1 by 3. സൈൻ പൈ ബൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ബൈ 4 അല്ലേ, പൈ ബൈ 4 അല്ലേ, സൈൻ പൈ ബൈ 4 ആണ് അല്ലേ, സൈൻ എക്സ് പൈ ബൈ 4 അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ട് വരും സൈൻ പൈ ബൈ 4. ഓക്കെ, മൈനസ് ഇനി അടുത്തത് സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ക്യൂബ് പൈ ബൈ 4 3 പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് കോസ് ക്യൂബ് പൈ ബൈ 4 divided by 3. ഓക്കെ, മൈനസ് സൈൻ 0 0 സൈൻ ഇത് 0 കോസ് 1 അല്ലേ, 1 മൈനസ് മൈനസ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയി മാറും അല്ലേ. കോസ് ക്യൂബ് 0 എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ മൈനസ് കൊടുത്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ 0 അല്ലേ, മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ -1 മൈനസ് പ്ലസ് ആവും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് കോസ് 0 കോസ് ക്യൂബ് 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0. ഇത്രയും സാധനമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം കിട്ടുക സൈൻ പൈ ബൈ 4 അപ്ലൈ ചെയ്യുക, കോസ് പൈ ബൈ 4 അപ്ലൈ ചെയ്യുക, കോസ് ക്യൂബ് പൈ ബൈ 4 അപ്ലൈ ചെയ്യുക അല്ലേ. കോസ് ക്യൂബ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 4 ഹോൾ ക്യൂബ്, അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം വരിക കോസ് പൈ ബൈ 4 വരുമ്പോൾ ഏകദേശം അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 5 by 3 9 അല്ലേ. അപ്പം 5 നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നോക്കുക. 5√2 - 4 divided by 18 അല്ലേ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ലാസ്റ്റ്. ഇവിടെ -1 + 1 എന്തായിപ്പോൾ 0 ആയിപ്പോവും. അപ്പോൾ ഈ കുഞ്ഞാക്ക് മാത്രമേ ഉണ്ടാവും. 1/3 കൊണ്ട് അപ്ലൈ ചെയ്യുക. 6 ആണ് ഇവിടെ ഡിവൈഡഡ് ബൈ കിട്ടുക. 6 ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 6 എന്ന് പറയുമ്പോൾ 80 നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇത്രയും സാധനം. അപ്പം my ഈക്വൽ ടു my നമുക്ക് കിട്ടി. my നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി സെൻറ്റർ ഓഫ് മാസ് കാണും. അല്ലേ, x ബാർ ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസ്. ഇത് മൊമെൻ്റ് ആണ് കേട്ടോ, അബൌട്ട് ദി y ആക്സിസ്. സോറി, ഇത് mx ആണ് അല്ലേ, mx. x ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ my/m ദാറ്റ് ഈസ് ഈക്വൽ ടു my/m എന്ന് പറയുമ്പോൾ π/2/16 അല്ലേ. ദാറ്റ് ഈസ്
5 minus 2/16 divided by ഇനി എത്രയാണ് വരുന്നത് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആയിരുന്നു 1/4 അല്ലായിരുന്നു എം മാസ് അവിടെ മാസ് എം എക്സ് മാസ് എന്ന് പറയുന്നത് 1/4 അല്ലേ. അപ്പോൾ മാസ് 1/4 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക നോക്കാം 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 5/2/16 into 4/1 that is equal to 5 minus by 2/4 അല്ലേ. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് ഇതെത്ര ഏകദേശം ഉണ്ടാവുക 5/2 മൈനസ് സംതിങ് 3.14 മൈനസ് 3.14 മൈനസ് 2 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 0.5 മൈനസ് 5/3.14 ഏകദേശം 2.9 അല്ലേ. അപ്പോൾ 0.29 ആണ് ആൻസർ കിട്ടുക ഏകദേശം. അല്ലെങ്കിൽ ചിലപ്പോൾ 0.2891 അങ്ങനെ 7-9 അതായത് 0.29 അപ്രോച്ചിങ് ആയിട്ടുള്ള 8-ലായിരിക്കും കിട്ടുക ഏതെങ്കിലും ഒരു വാല്യൂ. അതുപോലെ തന്നെ y/r ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mx ഡിവൈഡഡ് ബൈ m ദാറ്റ് ഈസ് ഈക്വൽ ടു 5√2 മൈനസ് 4 divided by 18 into 1/4 that is equal to 5 minus 5√2 minus 4 divided by 18 into 4/1 that is equal to എത്ര ഏകദേശം കിട്ടുക വെച്ചാൽ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നതല്ലാണ്ട് ബിന്ദു കേട്ടോ. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 9 അല്ലേ 4.4 പ്രാവശ്യം 18 അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യട്ടെ. ജസ്റ്റ് മിനിറ്റ്. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ഓക്കെ 0.6 സംതിങ് ഓക്കെ 0.68 ഏകദേശം. അതായത് ഞാൻ ഇതാക്കിയതാണ്, നിങ്ങൾക്ക് കിട്ടുക 0.67 സംതിങ്ങോ ആ ഇതിലായിരിക്കും കിട്ടുക. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടി? ദാറ്റ് ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയത് 0.29, 0.68. ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് ലാമിന. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഉള്ള പ്രത്യേകിച്ചുള്ള 3 ഹോംവർക്കുകളാണ്. ഹോംവർക്കുകൾ നിങ്ങൾ ചെയ്യുക. ഹോംവർക്കുകൾ: ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ലാമിന ഹാസ് ഗിവൺ ഷേപ്പ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അതായത് x = 0, x = 4, y = 0, y = 3. അപ്പോൾ നേരിട്ട് ചെയ്യാനേ ഉള്ളൂ, സിമ്പിളാണ് അല്ലേ. അതുപോലെ തന്നെ റോ ഓഫ് x = this അല്ലേ. റോ ഓഫ് y = xy. ആദ്യത്തെ സിമ്പിളാണ്, കാരണം എക്സിനും വൈക്കും ഒക്കെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും ട്രിവിയലി തന്നതാണ്, അത് ചെയ്തു വിട്ടാൽ മതി. രണ്ടാമത്തെ 1 കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാണണം? മാസ്, അതാണ് സ്മോൾ ലെറ്റർ എം. മൊമെൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ വൈയും ഡിപ്പെൻഡ് അപ്പോൺ എക്സും അല്ലേ. ഈ 3 കാര്യങ്ങൾ കാണാനാണുള്ളത്. അത് വേറെ ആയിട്ട് തിരിക്കരുത് കേട്ടോ. ഫൈൻഡ് ദി മൊമെൻറ്റ് എന്ന് മാത്രം തിരിക്കരുത്. ഓക്കെ, നമുക്ക് ഇനി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വേറെ കാണാനുണ്ട്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x = 0, y = 0. പക്ഷേ അടുത്ത കുഞ്ഞാപ്പ് നോക്കുക, 2x + y = 4. ഇതിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും.
അതായത് y ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് ഇതാക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x 4 - 2x എന്ന് കൊടുക്കും ഉണ്ടാക്കാം. ഓക്കെ, 4 - 2x 4 - 2x എന്ന് കൊടുക്കുമ്പോൾ x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? y 0 to 4 എന്ന് കിട്ടും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കേസിൽ നമുക്ക് ലോവർ ലിമിറ്റ് ഉണ്ട്, അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പം ഇവിടെ 2x + y ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ y ഈക്വൽ ടു 4 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 - 2x എന്ന് കൊടുക്കാം. ഇനി yക്ക് വാല്യൂ കിട്ടണം, അപ്പർ ലിമിറ്റ് കൊടുക്കണം. x ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടാൻ നോക്കാം. x ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 - 0 ദാറ്റ് ഈസ് 4. അപ്പോൾ x എന്ന് പറയുന്നതാണ് ഇവിടെ മേജർ എന്ത് നിയന്ത്രിക്കുന്നത് നോക്കുക. ബാക്കി y ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ y-ൻ്റെ ടേം കിട്ടി. ഓക്കെ, അപ്പോൾ എക്സിന് നമ്മൾ എവിടെ മുതൽ കൊടുക്കണം? x ഈക്വൽ ടു എവിടെ മുതൽ കൊടുക്കണം? 0 to എന്ത് കൊടുക്കണം? x ഈക്വൽ ടു 0 to y കൊടുക്കണം. y എത്ര വരിക നോക്കുക? x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നോക്കുക, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണോ കൊടുക്കാന്നല്ലേ? അല്ലേ, ഇവിടെ x² ആണ് തന്നത് അല്ലേ? റോ ഈക്വൽ ടു x² ആണ്. അപ്പോൾ ഏറ്റവും നല്ലത് y ചെയ്യുന്ന. അപ്പോൾ y ഈക്വൽ ടു ഇത് കിട്ടി 4 കിട്ടും അല്ലേ? y ഈക്വൽ ടു 0 to 4. എക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x ഈക്വൽ ടു 0. പിന്നെ അടുത്ത് എന്താ കിട്ടുക? x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x ഈക്വൽ ടു 4 - y ദാറ്റ് ഈസ് x ഈക്വൽ ടു 2 - y/2. ഇതാണ് നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാനുണ്ടാവുക. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിഞ്ഞണ്ടും ചെയ്യാം. ഈ രണ്ട് കൺസെപ്റ്റ്സും y ഈക്വൽ ടു 0 to 4. അതല്ല തിരിഞ്ഞണ്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിന് അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. y ഈക്വൽ ടു 0, അതായത് x ഈക്വൽ ടു 2x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 4y അല്ലേ? 2x ഈക്വൽ ടു 4y എന്ന് കൊടുക്കാം. രണ്ടും ചെയ്യട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ x ഈക്വൽ ടു 4 - y അല്ലേ? y ഈക്വൽ ടു 0 ആണെങ്കിൽ 2x ഈക്വൽ ടു എന്തായി മാറും? 4 ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈക്വൽ ടു 2 കിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ കേസിൽ എന്ത് കിട്ടും? 2 ആണെന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0 ആണെന്ന് കിട്ടും. yക്ക് എന്നിട്ട് എന്ത് കൊടുക്കുക? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 - 2x വെച്ചിട്ട് ചെയ്യും. ഈ രീതിയും അവലംബിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, മൂന്നാമത്തെ കേസ്. y ഈക്വൽ ടു x ഈക്വൽ ടു x + y. ഓക്കെ, y ഈക്വൽ ടു x ഈക്വൽ ടു x + y, y ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നിന്ന് എങ്ങനെ കണ്ടിരിക്കാൻ നോക്കാം. y ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ x ഈക്വൽ ടു 0 എന്നും കിട്ടും. ഓക്കെ, y ഈക്വൽ ടു x എന്ന് x ഈക്വൽ ടു 0 എന്നും കിട്ടും. അപ്പർ ലിമിറ്റ് കിട്ടാൻ y ഈക്വൽ ടു 0 ഇവിടെ കൊടുക്കാം. അപ്പോൾ y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 6 എന്നും കിട്ടും. അപ്പം 0 to 6 എന്ന് കിട്ടി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ y-ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to എവിടം വരെ ആയിരിക്കും? y ഈക്വൽ ടു എന്താണ്? 6 - x അല്ലേ? അപ്പോൾ y ഈക്വൽ ടു 6 - x വരെ അപ്പർ ലിമിറ്റ്, അതായത് ഇൻ്റഗ്രൽ 0 to 6 - x, മറ്റൊരു 0 to 6. അങ്ങനെ അപ്ലൈ ചെയ്യുക. dx ആദ്യം dy ചെയ്യുക, ആ രീതിയിൽ ചെയ്യാം. ഇത് ഇനി ഒരു നോട്ടാണ്. എന്താ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇഫ് റോ ഈസ് എ കോൺസ്റ്റൻറ്റ്, റോ ചിലപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ സം റേഷ്യോ r എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റൻ്റ് ആയി തരികയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് ദി ലാമിഡ. ഫൈൻഡ് ദി സെൻട്രോയിഡ് ഓഫ് ദി ലാമിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഓക്കെ, താങ്ക് യു വെരി മച്ച്.